ഹലോ ഡിയർ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. നിങ്ങളെല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. നിങ്ങൾ തരുന്ന സപ്പോർട്ടിനും സ്നേഹത്തിനും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായത്തിനും എല്ലാം എൻ്റെ ഹൃദയത്തിൽ നിന്നും ഞാൻ നന്ദി പറയുന്നു. നമ്മുടെ കുട്ടികളുടെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലുമൊക്കെ മിസ്റ്റേക്സ് സംഭവിക്കുമ്പോൾ നമുക്കത് ഓക്കെയാണ്. പലപ്പോഴും നമ്മൾ അവരെ വീണ്ടും പ്രോത്സാഹിപ്പിച്ചുകൊണ്ടേയിരിക്കും. പലപ്പോഴും അല്ല, എപ്പോഴും ഇനിയും ട്രൈ ചെയ്യൂ എന്ന്. ഫോർ എക്സാമ്പിൾ, കുട്ടികൾ ആദ്യമായി നടക്കുമ്പോൾ, കുട്ടികൾ ആദ്യമായി എഴുതി തുടങ്ങുമ്പോൾ, സൈക്കിൾ ഓടിക്കുമ്പോൾ, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമുക്കറിയാം. കുട്ടികൾ ഈ മിസ്റ്റേക്സിലൂടെ തന്നെയാണ് പഠിക്കുക. ഒരു ദിവസം അവരിതിൽ മാസ്റ്റർ ആവുമെന്ന്. പക്ഷേ നമുക്കും ഇത് ബാധകമല്ലേ? നമുക്കും ഇത് തന്നെയല്ലേ ശരിക്കുള്ള വഴി? നമ്മൾ എന്തെങ്കിലും മിസ്റ്റേക്സ്, നമ്മുടെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലും തെറ്റുകൾ സംഭവിക്കുമ്പോൾ എന്തുകൊണ്ടാണ് നമ്മൾ മാത്രം വിഷമിച്ച് തളർന്നു പോകുന്നത്? നമുക്കത് ക്ഷമിക്കാൻ സാധിക്കാത്തത്, ഇനി ചെയ്യണ്ട, എന്നെക്കൊണ്ട് സാധിക്കില്ല എന്ന് നമ്മൾ മാത്രം എന്തുകൊണ്ട് അവിടെ തന്നെ നിൽക്കുന്നു? നമുക്ക് പറ്റിയ തെറ്റുകളിലാണ് നമ്മുടെ ജീവിതത്തെ മാറ്റിമറിക്കുന്ന ഭാഗ്യങ്ങൾ, യഥാർത്ഥ ഭാഗ്യങ്ങൾ ഒളിഞ്ഞിരിക്കുന്നത് എന്ന് പറയുമ്പോൾ നമുക്കത് വിശ്വസിക്കാൻ സാധിക്കുമോ? വിശ്വസിക്കണമെന്നാണ് റോണ്ട ബേൺ മാജിക് എന്ന പുസ്തകത്തിൽ 26ാമത്തെ ലെസണിൽ പറയുന്നത്. നമുക്കറിയാം, മിസ്റ്റേക്സിലൂടെയാണ്, തെറ്റുകളിലൂടെയാണ് നമുക്ക് ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കാനും പഠിക്കാനും സാധിക്കുകയുള്ളൂ എന്ന്. റോണ്ട ബേൺ പറയുന്നു, നമുക്കൊരു ആഗ്രഹമുണ്ടെങ്കിൽ, നമ്മളൊരു കാര്യം ആഗ്രഹിക്കുന്നുവെങ്കിൽ നമുക്ക് നമ്മുടെ മനസ്സിൽ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ ചെയ്യാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. റൈറ്റർ പറയുന്നു, നമുക്ക് മിസ്റ്റേക്സ് ചെയ്യുന്നതിനുള്ള സ്വാതന്ത്ര്യവും ഉണ്ട്. അതായത് നമ്മുടെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലും തെറ്റുകൾ സംഭവിച്ചാൽ പോലും അത് കുഴപ്പമില്ല, അത് പഠിക്കാനുള്ള ഒരു അവസരമായി നമ്മൾ കാണണമെന്നാണ് റൈറ്റർ പറയുന്നത്. നമ്മൾ മനുഷ്യരാണ്, നമുക്കും തെറ്റുകൾ സംഭവിക്കും. ആ തെറ്റുകളിൽ നിന്നും നമുക്ക് വേദനയും ഉണ്ടാവും. പക്ഷേ ആ തെറ്റുകളിൽ നിന്നും നമ്മൾ പാഠം പഠിച്ചില്ലെങ്കിൽ ആ വേദനപ്പെട്ടതിന്, സങ്കടപ്പെട്ടതിന് ഒരു അർത്ഥമില്ലാതെയാകും. അതുകൊണ്ട് ലോ ഓഫ് അട്രാക്ഷനിൽ പറയുന്നു, നമ്മൾ ചിലപ്പോൾ ഒരേ തെറ്റ് വീണ്ടും ആവർത്തിച്ചുകൊണ്ടേയിരിക്കും. ആ മിസ്റ്റേക്കിൻ്റെ റിസൾട്ട് വളരെ വേദന ഉണ്ടാക്കുന്നത് വരെ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കും. ഒരുപാട് വേദന വരുമ്പോൾ ആ മിസ്റ്റേക്ക് നമ്മൾ നിർത്തും, ആ തെറ്റ് നമ്മൾ നിർത്തും എന്നാണ് പറയുന്നത്. തെറ്റുകളിൽ നിന്നും നമ്മൾ എന്തെങ്കിലും പഠിക്കണമെങ്കിൽ എൻ്റെ ഭാഗത്തു നിന്നും തെറ്റുണ്ടായി എന്ന് ആ ഒരു ഉത്തരവാദിത്തം നമ്മൾ ഏറ്റെടുക്കണം. മിക്കവാറും ആളുകൾക്കത് സാധിക്കില്ല. എൻ്റെ ഭാഗത്തു നിന്നും ഒരു തെറ്റു പറ്റി എന്ന് സമ്മതിക്കാൻ വളരെ ബുദ്ധിമുട്ടായിരിക്കും, അവർക്ക് പ്രയാസമായിരിക്കും. അതുകൊണ്ടാണ് അവർ വീണ്ടും അതേ മിസ്റ്റേക്സ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. പലപ്പോഴും പല സമയത്തും തെറ്റുകൾ സംഭവിക്കുന്ന സമയത്ത് അത് അംഗീകരിക്കാതെ അത് ഇന്ന ആൾ കാരണമാണ്, അത് മറ്റേ ആൾ കാരണമാണ് എന്ന് പഴികൾ മറ്റുള്ളവരിൽ ചുമത്താനായിരിക്കും കൂടുതൽ പേരും ആഗ്രഹിക്കുന്നത്. ഈ ഒരു വിഷയവുമായി സംബന്ധിച്ച് മാജിക് എന്ന പുസ്തകത്തിൽ റോണ്ട ബേൺ ഒരു ഉദാഹരണം പറയുന്നു. ഓവർ സ്പീഡിൽ പോകുന്ന ഒരു കാറിനെ സ്റ്റോപ്പ് ചെയ്ത് ഒരു പോലീസ് ഓഫീസർ അമിത വേഗത്തിൽ പോയതുകൊണ്ട് ഫൈൻ ചാർജ് ചെയ്യുന്നു. ഈ സമയത്ത് ആ വണ്ടി ഓടിച്ചിരുന്ന ആളിന് എന്തെല്ലാം ചിന്തകൾ വരാം എന്ന് ഉദാഹരണത്തിലൂടെ പറയുന്നു. ഈ ഒരു സാഹചര്യത്തിൽ ആ വണ്ടി ഓടിക്കുന്ന ആൾ ഇങ്ങനെയെല്ലാം ചിന്തിച്ചേക്കാം. അതായത്, ഉത്തരവാദിത്തം, ഓവർ സ്പീഡിൽ പോയതിൻ്റെ ഉത്തരവാദിത്വം ഏറ്റെടുക്കാതെ പോലീസിനെ കുറ്റം പറയുന്നു. നമ്മൾ പോയ അതേ വഴിയിൽ തന്നെ പോലീസിന് നിൽക്കണോ? എത്രയോ സ്ഥലങ്ങളുണ്ട്, ഈ റോഡിൽ തന്നെ വരണോ? എൻ്റെ ഭാഗത്ത് തെറ്റില്ല, ഇങ്ങനെയൊക്കെ പറയുന്നത് ശരിയാണോ എന്ന് റോണ്ട ബേൺ റൈറ്റർ ചോദിക്കുന്നു. ഇവിടെ റൈറ്റർ പറയുന്നു, യഥാർത്ഥത്തിൽ നമ്മുടെ ഭാഗത്തല്ലേ തെറ്റ്? ഓവർ സ്പീഡിൽ പോയതുകൊണ്ടല്ലേ പോലീസ് പിടിച്ചത് എന്ന്. മറ്റുള്ളവരെ കുറ്റപ്പെടുത്തുമ്പോൾ നമ്മുടെ മിസ്റ്റേക്സ് അവിടെ തന്നെ നിൽക്കും. നമ്മൾ വീണ്ടും ആ മിസ്റ്റേക്സ് ചെയ്തുകൊണ്ടേയിരിക്കും. കാരണം ആ പെയിൻ നമുക്ക് തട്ടിയിട്ടില്ല, ഏറ്റെടുത്തിട്ടില്ല. നമ്മൾ ഉത്തരവാദിത്വം ഏറ്റെടുക്കുമ്പോഴാണ് ആ പെയിൻ ശരിക്കും നമുക്ക് ഒരു ലേണിംഗ് ആകുക. നമ്മുടെ വീഡിയോയുടെ തുടക്കത്തിൽ പറഞ്ഞതുപോലെ നമ്മുടെ തെറ്റുകളിൽ നിന്നാണല്ലോ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് പഠിക്കാൻ സാധിക്കുക. എങ്ങനെയാണ് നമുക്ക് തെറ്റുകളിൽ നിന്ന് പഠിക്കാൻ സാധിക്കുക? നല്ലൊരു പോസിറ്റീവായ മൈൻഡ് സെറ്റോടുകൂടി നമുക്ക് എങ്ങനെയാണ് പഠിക്കാൻ സാധിക്കുക? ഗ്രാറ്റിറ്റ്യൂഡ് ഉപയോഗിക്കുമ്പോൾ നമുക്ക് തീർച്ചയായിട്ടും പോസിറ്റീവായ മൈൻഡ് സെറ്റോടുകൂടി നമുക്ക് പഠിക്കാൻ സാധിക്കും, മുന്നോട്ട് പോകാനും സാധിക്കും. എത്ര മോശമായ സാഹചര്യങ്ങൾ ഉണ്ടായാലും നമുക്ക് അതിൽ നിന്നും നമുക്ക് നന്ദി പറയാൻ സാധിക്കും. നമ്മുടെ ഭാഗത്തു നിന്നും എന്തെങ്കിലും തെറ്റുകൾ സംഭവിക്കുമ്പോൾ അതിൽ എത്രത്തോളം ഗ്രാറ്റിറ്റ്യൂഡ്, ആ തെറ്റിൽ നിന്നും എത്രത്തോളം കാര്യങ്ങൾക്ക് ഗ്രാറ്റിറ്റ്യൂഡ് പറയാൻ സാധിക്കും എന്ന് നമ്മൾ കണ്ടെത്തണം. അതെങ്ങനെ? റോണ്ട ബേൺ പറയുന്നു മാജിക് എന്ന പുസ്തകത്തിൽ, അങ്ങനെ ചെയ്യുകയാണെങ്കിൽ
അതായത് തെറ്റുകളിൽ നിന്നും ഗ്രാറ്റിറ്റ്യൂഡ് കണ്ടെത്താൻ സാധിക്കുകയാണെങ്കിൽ ആ ഒരു മാജിക്ക് നിങ്ങൾക്ക് ബ്ലെസ്സിങ്സ് ആയി മാറുമെന്നാണ് റോണ്ട ബേൺ പറയുന്നത്. ഫോർ എക്സാമ്പിൾ, നേരത്തെ പറഞ്ഞ ഉദാഹരണം തന്നെ നമുക്ക് നോക്കാം. ഓവർ സ്പീഡിൽ പോയ കാറിനെ പോലീസ് പിടിക്കുന്നു. ചിലപ്പോൾ ഓവർ സ്പീഡിൽ പോയി വണ്ടി എവിടെയെങ്കിലും ഇടിച്ചാലോ? അതിനു മുൻപ് തന്നെ നമ്മളെ രക്ഷപ്പെടുത്തിയതാണ് പോലീസ്. അപ്പോൾ നമുക്ക് അവരുടെ മേൽ ഗ്രാറ്റിറ്റ്യൂഡാണ് ശരിക്കും ഉണ്ടാകേണ്ടത്. ഒരുപാട് കാര്യങ്ങൾ ഉണ്ടാവും വേറെയും, അതെല്ലാം നമ്മൾ കണ്ടെത്തണമെന്നാണ് റോണ്ട ബേൺ പറയുന്നത്. കണ്ടെത്തിയാൽ നമ്മുടെ മിസ്റ്റേക്സിനെ തന്നെ നമുക്ക് അനുഗ്രഹങ്ങളായി മാറ്റാൻ സാധിക്കും. അമിത വേഗതയിൽ വണ്ടിയോടിച്ച് എനിക്ക് മാത്രമല്ല അപകടം ഉണ്ടാകുന്നത്, റോഡിൽ യാത്ര ചെയ്യുന്ന മറ്റുള്ളവർക്കും വലിയൊരു അപകടം ഉണ്ടാകാൻ എൻ്റെ ഈ ഒരു അശ്രദ്ധ കാരണമായിരിക്കും. അതിൽ നിന്നും എന്നെ സഹായിച്ച പോലീസ് ഓഫീസർക്ക് ഞാൻ നന്ദി പറയുന്നു എന്ന് പറയാം. നമുക്ക് തെറ്റുകൾ സംഭവിക്കുമ്പോൾ ദേഷ്യം വരും, സങ്കടം വരും. പക്ഷേ ഇതിനു മുൻപ് നമ്മൾ പറഞ്ഞതുപോലെ നമുക്ക് സംഭവിക്കുന്ന തെറ്റുകളിൽ അനുഗ്രഹങ്ങൾ കണ്ടെത്തി അതിന് നമ്മൾ നന്ദി പറഞ്ഞു തുടങ്ങുമ്പോൾ തെറ്റുകൾ സംഭവിച്ചാലും ഒരു പോസിറ്റീവ് ആറ്റിറ്റ്യൂഡിൽ നമുക്കതിനെ കാണാൻ സാധിക്കും. തെറ്റുകൾ ഉണ്ടാവുന്നത് നമുക്ക് പഠിക്കാൻ വേണ്ടിയാണ് എന്നുള്ളൊരു പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ് നമുക്കുണ്ടാവും. നമുക്ക് മാത്രമല്ല, നമുക്ക് ചുറ്റുമുള്ളവർ, നമ്മുടെ കൂടെയുള്ളവരുടെ ഭാഗത്തു നിന്നും എന്തെങ്കിലും മിസ്റ്റേക്സ് സംഭവിച്ചാലും നമുക്കത് ക്ഷമിക്കാനും സാധിക്കും. ഇനി ഇന്നത്തെ പ്രാക്ടീസിൽ നിങ്ങൾക്ക് സംഭവിച്ച ഒരു തെറ്റ് എടുക്കുക, ചെറുതോ വലുതോ ആവട്ടെ. അത് കാരണം നിങ്ങൾ ഇപ്പോഴും വേദനിക്കുന്നുണ്ടെങ്കിൽ ആ ഒരു സംഭവം ഓർക്കുക. അത് ചിലപ്പോൾ റിലേഷൻഷിപ്പിലാവാം, അല്ലെങ്കിൽ ജോലി സ്ഥലത്താവാം, അല്ലെങ്കിൽ നിങ്ങളുടെ ഭാഗത്തു നിന്നും ശരി എന്ന് കരുതി ചെയ്ത കാര്യം ഓപ്പോസിറ്റ് ആൾക്ക്, അതായത് കൂടെ ഉള്ള ആൾക്ക് അത് വലിയൊരു വേദനയായിരിക്കും ചിലപ്പോൾ തന്നിട്ടുണ്ടാവുക. അത് നിങ്ങൾക്കും ഒരുപാട് സങ്കടം ഉണ്ടാക്കിയിട്ടുണ്ടാവും. അങ്ങനെ ഒരു സംഭവം നിങ്ങളുടെ മനസ്സിൽ എടുക്കുക. ആ ഒരു മിസ്റ്റേക്കിൽ നിന്നും എന്തൊക്കെ അനുഗ്രഹങ്ങൾ കിട്ടി എന്ന് നമുക്ക് ചിന്തിക്കാം. എങ്ങനെ ആ ഒരു മിസ്റ്റേക്കിൽ നിന്നും ഈസിയായി അനുഗ്രഹങ്ങൾ കണ്ടെത്താം? 2 ചോദ്യങ്ങൾ നമ്മൾ നമ്മളോട് തന്നെ ചോദിക്കാം. നമ്പർ 1, ഈ ഒരു തെറ്റിൽ നിന്നും ഞാൻ എന്താണ് പഠിച്ചത് എന്ന് നമുക്ക് ചോദിക്കാം. ഈ ഒരു തെറ്റിൽ നിന്നും ഞാൻ എന്താണ് പഠിച്ചത് എന്ന് ചോദിക്കാം. നമ്പർ 2, അടുത്തതായി ഈ ഒരു മിസ്റ്റേക്ക് കാരണം നല്ലത് എന്താണ് നടന്നത്? എന്ത് നല്ല കാര്യമാണ് ഈ ഒരു മിസ്റ്റേക്ക് കാരണം നടന്നത് എന്ന് ചോദിക്കാം. ഈ 2 ചോദ്യങ്ങളിൽ നിന്നും 10 ഉത്തരങ്ങൾ കണ്ടെത്താൻ ശ്രമിക്കുക. എന്നിട്ട് അതിന് ഗ്രാറ്റിറ്റ്യൂഡ് പറയുക. നിങ്ങളുടെ ഗ്രാറ്റിറ്റ്യൂഡ് ജേർണലിലാണ് ഇത് എഴുതേണ്ടത്. നിങ്ങൾക്ക് കിട്ടുന്ന ആ 10 ഉത്തരങ്ങളും 10 അനുഗ്രഹങ്ങളാണ്. ആ അനുഗ്രഹങ്ങൾക്കാണ് നിങ്ങൾ നന്ദി പറയേണ്ടത്. ഏതൊരു കാര്യത്തിലും, ഏതൊരു പരാജയത്തിനും, സങ്കടത്തിനും എല്ലാം നമ്മൾ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ പഠിക്കാൻ നമുക്കുണ്ടാകും. നമ്മളെ കൂടുതൽ ശക്തരാക്കാൻ വേണ്ടിയായിരിക്കും നമുക്ക് വേദനകളും തെറ്റുകളും എല്ലാം നമുക്ക് സംഭവിക്കുന്നത്. അപ്പോൾ ഡിയർ ഫ്രണ്ട്സ്, ഇന്നത്തെ പ്രാക്ടീസ് എന്ന് പറയുന്നത് രാവിലെ എഴുന്നേറ്റതും നിങ്ങൾക്ക് ഓൾറെഡി ഉള്ള 10 അനുഗ്രഹങ്ങൾക്ക് നന്ദി പറയുക. ഓരോ അനുഗ്രഹവും എഴുതി വായിച്ച് നന്ദി പറയുക. അടുത്തതായി നിങ്ങൾക്ക് സംഭവിച്ച ഏതെങ്കിലും ഒരു തെറ്റിൽ നിന്നും, ഒരു വേദനയിൽ നിന്നും നിങ്ങൾ എന്താണ് അതിൽ നിന്നും പഠിച്ചതും, അതുപോലെ തന്നെ ആ തെറ്റ് കാരണം എന്ത് നന്മയാണ്, എന്ത് നല്ലതാണ് നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായത് എന്നതിനുമുള്ള 10 ഉത്തരങ്ങൾ നിങ്ങൾ ഒരു പുസ്തകത്തിൽ, നിങ്ങളുടെ ഗ്രാറ്റിറ്റ്യൂഡ് ജേർണലിൽ എഴുതുക. എന്നിട്ട് ആ 10 ഉത്തരങ്ങളാണ് നിങ്ങളുടെ അനുഗ്രഹങ്ങൾ. ആ അനുഗ്രഹങ്ങൾക്ക് നിങ്ങൾ നന്ദി പറയുക. അന്നത്തെ ദിവസം രാത്രി മാജിക് റോക്ക് പ്രാക്ടീസ്, മാജിക് റോക്ക് കയ്യിലെടുത്ത് അന്നത്തെ ദിവസത്തിൽ നിങ്ങൾക്കുണ്ടായ ഏറ്റവും നല്ല സംഭവം മനസ്സിൽ ഓർത്ത് 3 പ്രാവശ്യം നന്ദി പറയുക. ഡിയർ ഫ്രണ്ട്സ്, ഗ്രാറ്റിറ്റ്യൂഡ് എന്നത് നമുക്ക് എപ്പോഴും സന്തോഷം തരുന്ന, നമ്മളിൽ എപ്പോഴും ഒരു പോസിറ്റീവ് ചിന്താഗതി ഉണ്ടാക്കുന്ന ഒരു പ്രാക്ടീസാണ്. വളരെ നല്ലൊരു പ്രാക്ടീസാണ്. ഈ ഒരു പ്രാക്ടീസ് ചെയ്ത് നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും നമുക്ക് സന്തോഷം ഉണ്ടാക്കാം, സന്തോഷം നിറയ്ക്കാം. താങ്ക് യു സോ മച്ച്. ഈ വീഡിയോ നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആയാൽ നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് കൂടി ഷെയർ ചെയ്യൂ. താങ്ക് യു. ഓൾ ദി വെരി ബെസ്റ്റ്.